ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. സഹോദരങ്ങളെ, നമുക്ക് ദൈവവുമായി നേരിട്ടൊരു ബന്ധമുണ്ടായിരിക്കണമല്ലോ. അതായത് ലംബമായ ഒരു ബന്ധം. വിശ്വാസത്താലും വചനത്താലും നിരന്തരമായ പ്രാർത്ഥനയാലും ആ ബന്ധം നമുക്ക് ഉറപ്പിക്കാം. മത്തായി 22:37 യേശു നമ്മോട് പറഞ്ഞിട്ടുണ്ട്, നാം ദൈവത്തെ സ്നേഹിക്കുക എന്നതാണ് മഹത്തായ കൽപ്പനയെന്ന്. ഇതാണ് നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒഴിച്ചുകൂടാനാവാത്ത ലംബമായ വശം. യേശുക്രിസ്തുവിലൂടെ നാം ദൈവവുമായി അനുരഞ്ജനത്തിലാവണം. മത്തായി 22:39 യേശു പറഞ്ഞു, നിന്നെപ്പോലെ നിന്റെ അയൽക്കാരനെ സ്നേഹിക്കുക എന്ന്. മറ്റുള്ളവരുമായുള്ള നമ്മുടെ തിരശ്ചീനമായ ബന്ധത്തെയാണ് യേശു ഇവിടെ നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. ഒരു ക്രിസ്തു വിശ്വാസി ഈ രണ്ട് വശങ്ങളിലും ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു. യേശുവിലുള്ള വിശ്വാസത്തിലൂടെ ദൈവത്തോട് അടുത്ത് വചനത്താലും പ്രാർത്ഥനയാലും എല്ലാ ദിവസവും ദൈവത്തോടൊപ്പം നടക്കുകയും ചെയ്യുന്നു. എന്നാൽ ചിലർ ഈ ലംബമായ ബന്ധത്തിൽ മാത്രം തുടരുന്നതായി കാണാം. അങ്ങനെയെങ്കിൽ ആ ബന്ധം ദൈവത്തിന് തൃപ്തികരമല്ല. യഥാർത്ഥ ദൈവസ്നേഹത്തിൽ നമുക്ക് ജനങ്ങളുമായി തിരശ്ചീനമായ ഒരു ബന്ധവും ഉണ്ടായിരിക്കും. എഫേസ്യർ 1:15-16 അപ്പസ്തോലനായ പൗലോസ് എഫേസ്യരെക്കുറിച്ച് താൻ കേട്ട 2 പ്രത്യേക കാര്യങ്ങളെ അഭിനന്ദിക്കുന്നു. കേൾക്കൂ. അതുനിമിത്തം നിങ്ങൾക്ക് കർത്താവായ യേശുവിലുള്ള വിശ്വാസത്തെയും സകല വിശുദ്ധന്മാരോടുള്ള സ്നേഹത്തെയും കുറിച്ച് ഞാൻ കേട്ടിട്ട് എൻ്റെ പ്രാർത്ഥനയിൽ നിങ്ങളെ ഓർത്ത് നിങ്ങൾക്ക് വേണ്ടി ഇടവിടാതെ സ്തോത്രം ചെയ്യുന്നു. ഒരു വിശ്വാസിക്ക് ആവശ്യമായ 2 ബന്ധങ്ങൾ ഇവിടെ നാം കാണുന്നു. പലരിലും ഇവയിൽ ഒന്നു മാത്രമാണ് നാം കാണുന്നത്. ദൈവവുമായുള്ള ഒരു ബന്ധം സ്ഥാപിച്ചിട്ടുണ്ടെന്ന് അവർ കരുതുന്നുണ്ടാകും. എന്നാൽ അതുമാത്രമായാൽ ആ ബന്ധത്തിന് പ്രസക്തിയില്ല. ചിലരാകട്ടെ ജനങ്ങളുമായി നല്ല ബന്ധം സ്ഥാപിക്കുന്നു. പ്രവർത്തികളാൽ അവർ ദൈവത്തെ പ്രീതിപ്പെടുത്തുന്നു എന്നൊരു ന്യായവാദവും അവർക്കുണ്ട്. എന്നാൽ 1 യോഹന്നാൻ 5:12 പറയുന്നത്, പുത്രനുള്ളവന് ജീവനുണ്ട്, ദൈവപുത്രനില്ലാത്തവന് ജീവനില്ല എന്നാണ്. 1 യോഹന്നാൻ 5:6 പറയുന്നത് ശ്രദ്ധിക്കൂ. യേശു ദൈവപുത്രനെന്ന് വിശ്വസിക്കുന്നവൻ അല്ലാതെ മറ്റാരാകുന്നു ലോകത്തെ ജയിക്കുന്നത്? അതിനാൽ സഹോദരങ്ങളെ, നമുക്ക് ലോകത്തെ ജയിക്കണമെങ്കിൽ ദൈവവുമായി ലംബമായ ബന്ധവും സഹോദരങ്ങളുമായി തിരശ്ചീനമായ ബന്ധവും ഉണ്ടായിരിക്കണം. ഈ 2 ബന്ധങ്ങൾ നമ്മെ നിത്യജീവന് അർഹരാക്കുന്നു. ഇതിലേതെങ്കിലും ഒന്നു മാത്രം ദൃഢമാക്കിയാൽ എവിടെയും കൂട്ടിമുട്ടാതെ ലക്ഷ്യത്തിലെത്തിച്ചേരാനാകാതെ അത് സമാന്തരമായി പോകുന്നു. എന്നാൽ ലംബവും തിരശ്ചീനവുമായ ബന്ധങ്ങളിൽ സഞ്ചരിക്കുന്നവർ കൂട്ടിമുട്ടി ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു. നമ്മുടെ ലക്ഷ്യം നിത്യജീവനും സ്വർഗരാജ്യവുമാണല്ലോ. ലംബദർശനം തിരശ്ചീന ജീവിതത്തെ ശക്തിപ്പെടുത്തുക തന്നെ ചെയ്യും. സങ്കീർത്തനം 25:15 പറയുന്നത്, എൻ്റെ കണ്ണ് എപ്പോഴും യഹോവയിലേക്കിരിക്കുന്നു എന്നാണ്. ദൈവം നാമുമായി ബന്ധം സ്ഥാപിക്കാൻ ആഗ്രഹിക്കുന്നത് പോലെ തന്നെ നമുക്ക് മറ്റുള്ളവരുമായി ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കാം. നമ്മുടെ ദൃഷ്ടി യേശുവിൽ ഉറപ്പിച്ച് ഈ ഭൂമിയിൽ സഹോദരങ്ങളെ സ്നേഹിച്ച് നമുക്ക് മുന്നേറാം. ഈ വചനങ്ങൾ സ്വീകരിക്കാൻ പരിശുദ്ധാത്മാവ് സഹായിക്കട്ടെ. ദൈവമേവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.